അയ്യപ്പനാശാൻ പറഞ്ഞു മാഷ് ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോന്ന്. മോളെ മെരുക്കി എടുക്കാമെങ്കിൽ പിന്നെയാണോ ആന? ഞാൻ ഇഞ്ഞു കൊണ്ടുപോകുന്നു. പുറത്തു കയറണം? വേണ്ട. പുറത്തു കയറാം? അയ്യോ വേണ്ട. അയ്യോ വാ. വേണ്ട. ഒന്നുമില്ലെന്നേ. എനിക്ക് പേടിയാ. ഒന്നും പേടിക്കാനില്ല. എന്റെ അടുത്തോട്ട് നിന്നോ. ആനയെ നമ്മളെ പോലെ മനുഷ്യരല്ലേ? എനിക്ക് പേടിയാ. വേണ്ട. തൊട്ടോ. തൊട്ടോ. അയ്യോ പേടിക്കാതെ. എനിക്കറിയേണ്ടത് ഇതാ, ട്യൂഷൻ പഠിപ്പിക്കാൻ വരുന്ന മാഷെ ആരെങ്കിലും വീട്ടിൽ കയറ്റി താമസിച്ച ചരിത്രമുണ്ടോ? ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. നീ പോയി നിന്റെ കാര്യം നോക്ക്. ഇതെന്റെ കാര്യം തന്നെയാ. ഞാൻ കെട്ടാൻ പോകുന്നൊരു പെണ്ണായി വീട്ടിലുള്ളത്. അയ്യടാ, അവളെ കെട്ടാൻ പോണ കാര്യം നീ മാത്രമാണ് തീരുമാനിച്ചാ മതി. അമ്മായി, നീ വിചാരിക്കുന്ന പോലെ അല്ല വാസുവാ മാഷ്. എത്ര നല്ലവനാന്നറിയോ? പിന്നെ കാർത്തിയുടെ സ്വഭാവം നിനക്കറിയില്ലേ? അവൾ ഒരു ആണിന്റെ മുഖത്ത് നോക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ഇവനെ പറഞ്ഞ് ബോധിപ്പിക്കുന്ന എന്തിനാ? എനിക്കിത് കേൾക്കുമ്പോഴാ. അമ്മായി, ഞാൻ ഇവിടെ വരുന്ന പോലും ഈ അമ്മാവന് ഇഷ്ടമല്ല. ഹോ, ഇപ്പോഴെങ്കിലും നിനക്കിത് മനസ്സിലായല്ലോ. എന്തിനാ അവനെ ഇങ്ങനെ വിഷമിപ്പിക്കണേ? നീ വരൂ വാസു, കാപ്പി തരാം. നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന എന്തിനാണ് അയ്യപ്പൻ നായരെ? ഏതായാലും വന്നതൊക്കെ വന്നു. ഇനി ഇതിൽ നിന്നും കര കയറാനുള്ള ഒരു കോളേറ്റാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി അയ്യപ്പനാശാന്റെ സമയം തെളിയാൻ പോവല്ലേ? അതെ. സമയം തെളിഞ്ഞിട്ട് മൂപ്പരിപ്പ കിരീടവും ചൊങ്കലും പിടിച്ചല്ലേ നടക്കാൻ പോണേ? നിങ്ങൾ ചൂടായിട്ട് കാര്യമില്ല. തെളിക്കുന്ന വഴിക്ക് നടന്നില്ലെങ്കിൽ നടക്കുന്ന വഴിക്ക് തെളിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഈ അടുത്ത പരിപാടി വരാൻ. എന്താണാവോ അടുത്ത തരികിട? തരികിടയും പപ്പടോടെ ഒന്നും അല്ലേ ചേച്ചി. ഈ ആനയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നൊരു ജോലി ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അതെന്താ ചേച്ചി? ഈ ആനയും കൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട്. വേണ്ട, ഇവിടെ പറയും. അങ്ങനെ ഒരു ജോലി ഉണ്ട്. അയ്യപ്പൻ നായരെ ആ ചെവി കിട്ടാട്ടു. നീ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. എന്താ? കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ഇപ്പൊ കൊണ്ടുവരാട്ടോ. എന്താ അയ്യപ്പൻ നായരെ? എനിക്കൊരു ചുക്കിലിടൂ. താ കാര്യം പറ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഭാവത്തിൽ ഈ ആന ചൂണ്ടിലാകുമെന്നായിരുന്ന എന്നെ ഈ കർമ്മം ഉദ്ഘാടനം ചെയ്യാൻ ഏൽപ്പിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ സൈക്കിൾ യജ്ഞം, മോട്ടോർ സൈക്കിൾ യജ്ഞം, ആമയജ്ഞം മുതലായവ കണ്ടിട്ടുള്ള മുതലായ പരിപാടികൾ കണ്ടിട്ടുള്ള നിങ്ങൾക്കിതാ സുന്ദരമായ മറ്റൊരു യജ്ഞം. ഈ ആനയജ്ഞം, അതായത് ആനയജ്ഞം എന്ന് വെച്ചാൽ ആനയുടെ ഒരു യജ്ഞം. ആന എന്ന് വെച്ചാൽ നമ്മുടെ ആനയുടെ ഒരു കലാസ്നേഹികളായ നാട്ടുകാരെ, ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു ആന തുടർച്ചയായി 4 മണിക്കൂർ നേരം സൈക്കിൾ ചവിട്ടി ഇവിടെ ചരിത്രം തിരുത്തി കുറിക്കാൻ പോവുകയാണ്. ആനയും കടലും കണ്ടാൽ കൊതിതീരാത്ത വസ്തുക്കളാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അതങ്ങനെയല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം ഹൃദയസ്തംഭനമുണ്ടാക്കുന്ന ആനയുടെ കലാകായിക പ്രകടനങ്ങൾ ഇവിടെ ആരംഭിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ പിഞ്ചാനയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ കാശ് കൊടുക്കുക. സംഭാവനകൾ 5 rupees, 2 rupees, 50 പൈസ, 25 പൈസ, എത്രയെങ്കിലും എന്തു വേണോ ആയിക്കോട്ടെ. അല്പമെങ്കിലും സിമ്പതി ഉണ്ടെങ്കിൽ നേരിട്ടും തരാം, അല്ലെങ്കിൽ എറിഞ്ഞും തരാം, വിരോധമില്ല. ഈ പരിപാടി ഇന്നിവിടെ വിജയമാണെങ്കിൽ എന്നും ഇതേപോലുള്ള പരിപാടികൾ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നതാണ്. സഹൃദയരെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സംഭാവന ചെയ്ത് ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ജീവിതം ഒരു പുല്ലാണെന്ന ഭാവത്തിൽ ഒരു ചോദ്യ ചിഹ്നവുമായി നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന ഈ ആനയെ നിങ്ങൾ സഹായിക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. മരണവുമായി മല്ലിട്ടുകൊണ്ടാണ് നിങ്ങളുടെ പ്രിയങ്കരിയായ ഈ ആന നിങ്ങളുടെ മുമ്പിൽ ഞെട്ടിപ്പിക്കുന്ന ഈ അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പരിപാടി വിജയമാവുകയാണെങ്കിൽ നാളെയും വളരെ വ്യത്യാസമുള്ള വൈവിധ്യമാർന്ന കലാപരിപാടികളോടുകൂടി ഈ യജ്ഞം ഞങ്ങൾ തുടരുമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതേപോലെ 4 മണിക്കൂർ നേരം തുടർച്ചയായി ഈ ആന ഇവിടെ യജ്ഞം നടത്തുന്നതാണ്.
4 മണിക്കൂർ എന്നിട്ട് 10 മിനിറ്റ് കൊണ്ട് ആന നിർത്തിയല്ലോ. എന്താ? അയ്യോ എന്റെ ആന മാതാവേ, അയ്യോ എടാ തമ്പി ഓടി വാടാ, അയ്യോ ആന, അയ്യോ എന്റെ എന്താടോ പ്രശ്നം? അയ്യോ എവിടുന്നാ ഇത്? തഹസിൽദാർ അദ്ദേഹം പറഞ്ഞു ആന ഇവിടെ കൊണ്ട് തിളക്കാൻ. നമ്മുടെ അയ്യപ്പനാട് ആനയാ. അയ്യോ നിന്നിവിടെ കിട്ടണ്ട, കൊണ്ടുപോയിക്കോ. സാറ് പറയുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഏത് സാറ്? എവിടത്തെ സാറ്? സാറൊക്കെ അവന്റെ ഓഫീസിലാ. ഇവിടുത്തെ സാറ് ഞാനാ. കൊണ്ടുപോയിക്കോ അവിടുന്ന്. എന്റെ അമ്മച്ചി ഒന്നും മിണ്ടാതിരി, ചേട്ടനൊന്ന് വന്നോട്ടെ. വേണ്ട വേണ്ട, വേഗം കൊണ്ടുപോയിക്കോ. ഇല്ലേ രണ്ടിടത്തിൽ ചൂലെടുത്ത് അടിച്ചാൽ വെളിയിലാക്കും. അയ്യോ ഏതായാലും ഓഫീസ് വളപ്പിൽ ആനയെ കെട്ടാൻ സ്ഥലമില്ലാതിരുന്നത് ഭാഗ്യമായി പോയി. ആ ഇതിപ്പോ തൽക്കാലത്തേക്കാണെങ്കിലും സർക്കാർ ചെലവിൽ ഒരു ആന വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു അന്തസ്സാണ്. അണ്ടർസ്റ്റാൻഡ്? ആനയെ അപ്പുറത്തും കൊണ്ട് തളച്ചോളൂ അമ്മച്ചി. ആനയ്ക്ക് 3 നേരം ആഹാരം കൊടുക്കണം. എന്തെടുത്ത് വെച്ച് കൊടുക്കാനാ? ഇവിടെ ഉണ്ടാക്കുന്ന എന്താ വെച്ചാ കൊടുത്താ മതി. രണ്ടെണ്ണത്തിന് വെച്ചു വളമണം. ഇനി ആനയ്ക്ക് കൂടെ അരി വയ്ക്കാൻ എന്റെ പെണ്ണുപിള്ളി ഉണ്ട് അവിടെ. ഓം. എത്ര നാള് കെട്ടാണ് നിന്റെ ഉദ്ദേശം? ഇനി ഒരു ഉത്തരവ് ഉണ്ടാവുന്നത് വരെ. ഏത് ഉത്തരവുണ്ടാവണ വരെ? അമ്മച്ചി ചേട്ടനോട് അധികം ചൂടാവണ്ട. അയ്യപ്പനാരെയും സംതിങ് വാങ്ങിച്ച കാര്യേ ചേട്ടൻ അറിഞ്ഞ ആകെ കുഴപ്പമാവും. അറിഞ്ഞാലെന്താ? ഇവൻ എന്റെ തലയെടുക്കോ? പൂവാൻ പറയടാ. വേണ്ടി വന്നാ ഇനി ഞാൻ മേടിക്കും. ആ ഓ ഏ ആന കെടുത്ത് തൊള്ള തുറക്കണം. ശോ, ഇങ്ങനൊരു ആക്രാന്തിയുള്ള ഒരു ആനയും ഞാൻ കണ്ടിട്ടേ ഇല്ല. എടാ തമ്പി, നിനക്ക് ആരെങ്കിലും വിളിച്ചാൽ അതിന് കുറച്ച് പട്ട വെട്ടിച്ചു കൊടുത്തൂടായിരുന്നു? ഉച്ചക്ക് ഞാൻ കുറെ വെട്ടി കൊടുത്ത. ഇവിടെ വെച്ച് വിളമ്പണ ചോറും കറി അല്ലാതെ ആനയ്ക്ക് വെച്ച് വിളമ്പ എനിക്ക് പറ്റില്ല. നീ പോയി നിന്റെ കെട്ടോളെ വിളിച്ചിട്ട് വാ. ആനയ്ക്കെങ്കിലും വെച്ച് വിളമ്പണം. എടാ നീ ആ ചോറും കറി എടുത്തേ, ആനയ്ക്ക് കൊടുത്തിട്ട് വേറെ കാര്യമുള്ളൂ. ഇവിടത്തെ കറിയൊന്നും ആനയ്ക്ക് പിടിക്കില്ല. കേട്ടോടാ തമ്പി, ഞാൻ ഇന്ന് കുറെ ചോറും കറിയും കൂടി ആനയ്ക്ക് കൊണ്ടുകൊടുത്തു. ആന എന്ത് ചെയ്തു? ആ ചോറ് മുഴുവൻ തിന്നിട്ട് കറി വലിച്ച് എന്റെ മോത്തേക്ക് ഒരൊറ്റ ഏറ്. അത് സംഭവം ശരിയാ ചേട്ടാ. പക്ഷേ കറി വളിച്ചതായിരുന്നു. ഏതാന എറിഞ്ഞു. അല്ല അത് ശരിയാ, കറി വളിച്ചതായിരുന്നു. എന്റെ മാതാവേ, അയ്യോ ഓടി വാടാ എന്റെ മോനെ തമ്പിയെ. എന്താ എടാ നീ കേക്കില്ലടാ ആനയുടെ ബഹളം. അതെന്നെ പിടിക്കാൻ വന്നേ. തട്ടുന്നാ തോന്നേ. എന്റെ പൊന്നു മോനെ, നമ്മുടെ കഷ്ടകാലത്തിന് അതിനെ കൊണ്ടുവന്നു. അയ്യപ്പൻ നായർ ആനോട് പറഞ്ഞയച്ചു കാണും നമ്മൾ കാശ് കഴിച്ച് പറ്റിച്ച കാര്യേ. അല്ലെങ്കിൽ പിന്നെ എന്നെ തന്നെ എന്തിനാണ് അത് പിടിക്കാൻ വരുന്നേ? അമ്മച്ചി എനിക്കൊരു ഐഡിയ. കട്ടോളിനെ പിടിച്ച് ആനയുടെ തുമ്പിക്കൈക്കകത്തിട്ടാ ആന ചത്തോളും. എങ്ങനെ? ആന കൊലവിളി വിളിച്ച് നിൽക്കുമ്പോൾ ആനയുടെ തുമ്പിക്കൈന്റെ ഉള്ളിൽ ഉമ്മിനി കൊണ്ടിരുന്നു. എടാ വിവരം കെട്ടവനെ, അയ്യോ എന്റെ മാതാവേ, എന്റെ ഈശോയെ, എന്റെ ഈശോയെ. ആന ഇവിടെ കുട്ടിച്ചോറാക്കുന്ന തോന്നുന്നു. അമ്മച്ചി ആ പടം വരണ്ടിരിക്കാന്ന്. ആ തള്ള കുറച്ച് വരണം. സംഗതി നമ്മുടെ അമ്മച്ചിക്ക് തന്നെയാണ്. ഇത്രയും കുരിശുള്ളൊരു തള്ള ഈ ലോകത്ത് കാണില്ല. എന്താ സംഭവം അറിയോ? നിന്റെ ചേർത്തിയമ്മ, അതായത് എന്റെ ഭാര്യ,
ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കൂടി ഇവിടെ നിർത്താൻ ആ തള്ളാൻ വെച്ചിട്ടില്ല. അവിടെ കിടന്ന് പേടിക്കട്ടാ. വാതിലിന് വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ ആന ഞാൻ അകത്ത് കയറ്റനെ. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അത് വയറ് വെച്ച് വല്ലതും വലിച്ചൊടിച്ച് നിന്നായിരിക്കും വന്നിരിക്കുന്നത്. സൈക്കിളിൽ മണിയെടുത്തോണ്ട് ആരോ വരുന്നടാ. അവന്റെ കഥ കഴിഞ്ഞു തന്നെ. ഒന്ന് പോയി നോക്കണം. നീ ഇവിടെ പോരടാ. സൈക്കിൾ കാണാൻ പോട്ടെ. നീ ഇവിടെ വാണ മോനെ. നീ ഇവിടെ പോരടാ. ഇന്നലെ എന്തായിരുന്നു ബഹളം. ഒരുപോലെ കണ്ണ് ഞങ്ങൾ അടച്ചിട്ടില്ല. പാതിരാത്രിയായിപ്പോഴാ പാപ്പാൻ വന്നത്. അടുത്തേക്ക് ചെന്നപ്പോ കാണേണ്ടതായിരുന്നു. പീറ്റൂഷ ഓർഡർ പോലെയല്ലേ അവനങ്ങടെ ഓടിയത്. എന്റെ മോന്റെ DSP സൈക്കിളായി തൂങ്ങി കിടക്കണത്. ഈ കണ്ടു കാണാപ്പെട്ട സാധനങ്ങൾ മുഴുവൻ പറമ്പിൽ കിടന്നതാ. ഇപ്പൊ മിറ്റേതാണ് പറമ്പേതാണെന്ന് എനിക്ക് ഒരു പിടിയില്ല. നിങ്ങൾ ഈ തോക്കും പിടിച്ച് നിന്നിട്ട് എന്താ കാര്യം? വെടി വെക്കണോ വേഗം വെക്കണോ? കളക്ടറുടെ ഓർഡർ ഇല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തുട്ട് കലക്ടർ ഓർഡർ? കലക്ടർ ഓർഡർ അയാളുടെ അമ്മായിമാര് വകയാന വെക്കണോ വെടി? അമ്മച്ചി ഒന്നകത്തേക്ക് പോ. ഞാൻ പോണില്ല. എന്റെ നേന്ത്രവാഴ, എന്റെ പടോലിങ്ങ, എന്റെ കുമ്പളങ്ങ, എന്റെ എല്ലാം പോയി. എന്റെ മോന്റെ സൈക്കിള്, എന്റെ DSP സൈക്കിള് കണ്ടടാ കിടക്കണത്. ഇതിനൊക്കെ ആര് സമാധാനം പറയും? അമ്മച്ചി ഒന്ന് തിക്കും തിരക്കും കൂട്ടായിരിക്കൂ. അയ്യപ്പനാർക്ക് ആള് പോയിട്ടുണ്ട്. അയാളൊന്ന് വന്നോട്ടെ. അയ്യോ, അയ്യപ്പൻ നായർ പറഞ്ഞതിന് മുമ്പ് ഈ ആനന്റെ കഥ കഴിച്ചാലോ? അങ്ങനെ കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ. ഇത്രയും കാലം ജീവിച്ചില്ലേ? എന്റെ ഈശോയെ, നീ എന്തുണ്ടായി പറയുന്നത്? ഇത്രയും കാലം ജീവിച്ചില്ലേന്ന്. എടാ തമ്പി, നീ അവൻ പറയുന്നത് കേട്ടാ? ആ ചേട്ടൻ പറഞ്ഞാലും കാര്യമില്ലാതെ ഇല്ല. എന്റെ ഈശോ മറിയ ഔസേപ്പേ. നിനക്ക് എന്നോട് പിണക്കാണല്ലേ? നിന്നെ ഇവിടെ കൊണ്ടുവന്നതിൽ എനിക്ക് വിഷമില്ലാന്ന് നീ വിചാരിക്കണേ? മനഃപൂർവ്വമല്ല, എന്റെ നിവൃത്തിയേട് കൊണ്ടാ. നോക്ക്, നീ ഇത് വാങ്ങിയില്ലെങ്കിൽ ഈ അയ്യപ്പൻ നായർ ഇനി കാണില്ല. ആ കണ്ടോ, ആനയ്ക്ക് ഒരു കുഴപ്പമില്ല. സ്ഥലം മാറിയതുകൊണ്ട് അതിന് കിടന്ന് പേടി. വാ മോളെ, വാ. രാഘവ, ആനയെ തളച്ചോളൂ. നാളെയാ ലേലം വെച്ചിരിക്കുന്നത്. ആരെങ്കിലും ലേലത്തെ പിടിച്ചാ പിന്നെ അയ്യപ്പനാശാന് ആനയെ തിരിച്ചു കിട്ടുന്ന പ്രശ്നമില്ല. അതിപ്പോ ആരും പിടിച്ചില്ലെങ്കിലും അയ്യപ്പനാശാൻ എങ്ങനെ ആനയെ തിരികെ കിട്ടുന്നത്? അത് പിന്നത്തെ കാര്യമല്ലേ, അപ്പൊ ആലോചിക്കാം. തൽക്കാലം ലേലം പൊളിക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടേ പറ. ലേലസ്ഥലത്തിന് തീ വെച്ചാലോ? പോടെ, മണ്ടത്തരം പറയാതെ. ഒരു ഐഡിയ ഉണ്ട്. ഇനി വന്നേ. എങ്ങനുണ്ട്? അത് കൊള്ളാം. എല്ലാം വിശദമായി അന്വേഷിച്ചു. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു. ആകെ 3 പാർട്ടീസേ ലേലത്തിനായിട്ട് എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം വെറുതെ കാണാൻ വന്നിരിക്കുക. ആന ലേലം ആദ്യമായിട്ടല്ലേ നടക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ പോവാം. എന്താ വിനയ, നിനക്ക് ഇത്രയും പെട്ടെന്ന് ഒരു മനംമാറ്റം? എത്ര രൂപ മുടക്കിയാലും ആനയെ ലേലത്തിൽ പിടിച്ച് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടിപ്പോ? എന്തൊക്കെ പറ. ഞാൻ ആനയെ കുറിച്ച് വിശദമായി അന്വേഷിച്ചു. ശരിയാവൂല. 3 പാപ്പാമാരെ ചവിട്ടിക്കൊന്നാണ് ഈ ആന. മാത്രമല്ല, ഈ ആനയെ ആര് മേടിക്കുന്നു അവർ 1 മാസത്തിനകം തട്ടിപ്പോകുന്ന. അങ്ങനെയാണെങ്കിൽ ഈ ആനയെ വാങ്ങാൻ പോണ നിർഭാഗ്യവാനെ കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. പോയി വാ.
കുഴപ്പമുള്ള ആനയായതുകൊണ്ട് വളരെ വില കുറച്ച് കിട്ടുമെന്ന തഹസിൽദാർ പറഞ്ഞു. എന്ത് കുഴപ്പം? ആരോടും പറയരുതെന്ന് തഹസിൽദാർ പ്രത്യേകം പറഞ്ഞ എന്തോ മാരകമായ അസുഖമുള്ള ആന. ഇപ്പോഴത്തെ പാപ്പാന്റെ 3 കുട്ടികളെ ചവിട്ടി കൊന്നിട്ടുള്ള. എന്റെ ദൈവമേ, കണ്ടാൽ ആരെങ്കിലും പറയൂ? ആ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വാങ്ങാനും ഏതെങ്കിലും മണ്ടന്മാര് കാണും. അയ്യപ്പനാശാനെ, അയ്യപ്പനാശാനെ, ഒന്ന് ഓടി വന്നേ. എന്താ? നമ്മൾ രക്ഷപ്പെട്ടു. എങ്ങനെ? ആന അയ്യപ്പനാശാനെ കിട്ടും. നേരോ? ആനയെ ലേലത്തിൽ പിടിക്കാൻ ആരുമില്ലായിരുന്നു. ഒടുവിൽ ആനയെ അയ്യപ്പനാശാനെ തിരിച്ചേൽപ്പിക്കാൻ തീരുമാനമായി. എന്റെ ഭഗവതി,